നമ്മളെ പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഇടമഴ പെയ്തതുകൊണ്ട് ചെറുതായിട്ട് അവിടെ നിന്ന് ചാടിയ കതിർമണി കൊണ്ടൊക്കെ വീണ്ടും അങ്ങനെ നെല്ലുകൾ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മഴക്കാറുണ്ട്, ചെറുതായിട്ട് മഴക്കാറുണ്ട്. മലയിലൊക്കെ നല്ല മഴക്കാറുണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന ഭാഗം നല്ല വെയിലാണ്. നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടോ. എല്ലാം ഇന്നലെ മഴ ചെയ്തുകൊണ്ട് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആടൻകുട്ടിയൊക്കെ അങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെ മഴ ചെയ്തുകൊണ്ട് ഇലമേലുള്ള പൊടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വൃത്തിയുള്ള ക്ലീനായിട്ടുള്ള കുറേ കാലത്തിന് ശേഷം ഒരു മഴ ചെയ്തല്ലേ, അപ്പോൾ ഒരു 3-4 മാസത്തിന് ശേഷം. അപ്പോൾ ഇലമേലുള്ള പൊടികളൊക്കെ പോയിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആടൻകുട്ടി ഒന്നും അങ്ങോട്ട് ഒഴിഞ്ഞൊക്കെ പോയി തിന്നണേ. അപ്പോൾ 2 മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള പുല്ലാവും. നമുക്ക് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല. നമുക്ക് വീട്ടിൽ അരിഞ്ഞ് കൊടുന്ന് കൊടുത്താൽ മതി. മറ്റേ നമ്മൾ വൈകുന്നേരം ആ സമയത്ത് ഇതിങ്ങനെ ഇവരും കൊണ്ട് ഈ നോമ്പിനൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ പോരുമ്പോഴേ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ വൈകുന്നേരം ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമല്ലേ, ആ സമയത്ത് ഇവരും കൊണ്ട് പാടത്ത് വന്നിരിക്കുമ്പോഴൊരു ബുദ്ധിമുട്ടാണ്. കെട്ടിപ്പോയാലാണ് ഇവരാകെ കെട്ടി കുടുങ്ങി അങ്ങനെയും ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ആ വെയിൽ പോയിട്ടോ നല്ലൊരു മഴക്കാറ് മൂടിയ അന്തരീക്ഷമാണ്. കുട്ടികളൊന്നും കളിക്കാനില്ല പാടത്ത്. മക്കളൊക്കെ ഈ പാടത്ത് ഇപ്പോൾ നോമ്പായതുകൊണ്ടേ ചെറിയ മക്കൾ വരലുണ്ട് കേട്ടോ. ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പ്രായത്തിൽ നോമ്പില്ലാത്ത കുട്ടികളൊക്കെ കളിക്കാൻ വരുന്നുണ്ട്. വലിയ മക്കളൊക്കെ കളി നിർത്തിയാണ്. നോമ്പതിന് ശേഷം ക്ഷീണമല്ലേ, വൈകുന്നേരം അങ്ങനെ ഒന്ന് കളിക്കുക. അപ്പോൾ നല്ലൊരു നടുപ്പാടത്തിന് ചേർന്നൊരു കണ്ടത്തിലാണ് നിൽക്കണത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ എല്ലാം വളർത്തിയ പുല്ലൊക്കെ ആയതിനെ നമ്മൾ ശ്രദ്ധിക്കും വേണമല്ലോ. ഇവലൊക്കെ കടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവരെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കണം, എന്നാലുള്ളൂ നമുക്കൊരു സമാധാനം ഉണ്ടാവുക. മക്കളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ മക്കൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ തൊടുക്കൊക്കെ പോയിക്കൊണ്ടൊക്കെ കടിക്കും. അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ പോരും. ചിലപ്പോൾ ഞാൻ കെട്ടി കൊടുത്ത് പോരും. പിന്നെ വന്ന് നോക്കുമ്പോൾ ആകെ കെട്ടി കുടുങ്ങിക്കൊണ്ടേക്കാരം. അത് തന്നെയാണ് അവസ്ഥ. പിന്നെ പലരും ചോദിച്ചു എന്തിനെങ്ങനെ വെറുതെ ആടിനെയൊക്കെ വളർത്തണേ എന്നൊക്കെ ചോദിച്ചു. ആട് എൻ്റെ എൻ്റെ അമ്മൂനെ കമ്പത്തിൽ തന്നതാണ് കേട്ടോ. എൻ്റെ മോക്കൊരു മോഹം ഒരാടിനെ വാങ്ങാൻ. അങ്ങനെ ഞങ്ങൾ വാങ്ങിയത് തന്നെ ഈ വലിയ ആടിനെ. അത് ചെറിയ കുട്ടിയാകുമ്പോൾ, അപ്പോൾ ഈ കുട്ടീൻ്റെ പ്രായത്തിൽ ഞങ്ങൾ 5 മാസമാകുമ്പോൾ എൻ്റെ അമ്മൂൻ്റെയൊക്കെ ഈ ആടിനെ വാങ്ങിയതിന് കേട്ടോ. അപ്പോൾ 1 വർഷത്തോളമായി. ഏപ്രിൽ വന്ന 1 വർഷമാവും ഞങ്ങൾ വാങ്ങിയിട്ട്. അപ്പോൾ അതിനുണ്ടായ കുട്ടികളാണ്. അപ്പോൾ 2 കുട്ടികളാണ്, 1 ആണും 1 പെണ്ണും കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കമ്പത്തുമ്പോൾ വളർത്തുകയാണ്. അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലായില്ല, പക്ഷേ എല്ലാവരും ഇങ്ങനെ ചോദിക്കും ഈ ഇപ്പോൾ ഇതിനെ ആടിനെയൊക്കെ വളർത്തണേ അങ്ങനെ ചോദിച്ചാൽ സ്റ്റിച്ചിങ് എന്നെ കൊണ്ടൊക്കെ പാടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം നിങ്ങൾ എല്ലാവരും ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ വളർത്താറില്ല. നമ്മളെ വീട്ടിലൊരു ജീവിനെ അങ്ങനെ നമുക്ക് സന്തോഷത്തിൽ വളർത്തുകയാണ്. അപ്പോൾ പോലെ 3 നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ കൊറ്റനാട് കുറച്ചും കൂടി വലിയതായി കഴിഞ്ഞാൽ അവനെ കൊടുക്കണം. പെണ്ണാണ് കുട്ടിനെ നിർത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ നോമ്പിൻ്റെ തലേന്ന് 4 ദിവസം മുന്നേ കാക്കു പറഞ്ഞത് ഞങ്ങളായിട്ട് നടക്കൂല, ഇനി നോമ്പാകുമ്പോൾ ബുദ്ധിമുട്ടാണ് കൊടുക്കാനൊക്കെ കച്ചവടക്കാർ വന്ന്. അപ്പോൾ മോള് ഭയങ്കര കരച്ചിൽ, കൊടുക്കണ്ട പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. ഇനി 2 മാസം കഴിഞ്ഞാൽ സ്കൂളൊക്കെ പൂട്ടില്ലേ, അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾ കൊടുക്കല്ലേ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാതെ വെച്ചതാണ് കേട്ടോ. ഓളെ വാക്കും വിശ്വസിച്ച്. അപ്പം ഇനിയിപ്പോൾ 2 മാസം ഏപ്രിൽ മെയ് ഒക്കെ വരുമ്പോൾ വിലയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാമല്ലോ. അപ്പോൾ പിന്നെ സ്കൂളിൻ്റെ ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനെ ആടും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്ന് വൈകുന്നേരം ഇറങ്ങും. വൈകുന്നേരം 4 മണി തൊട്ട് ഒരു 6:15 വരെ ഞാൻ ഇവരെ കൂടെ ഉണ്ടാകും. അങ്ങനെയൊക്കെ നല്ല വള്ളി ഇലകളൊക്കെ തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഇന്നലെ മഴ പെയ്തപ്പോഴേ നല്ല പൊടിയായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു സന്തോഷമായിട്ട് ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ഇവിടെ പാടത്ത് വന്നിരിക്കുമ്പോൾ ഇഷ്ടം പോലെ തത്തകളും ഉണ്ടാകും, പ്രാവുണ്ടാകും. ഈ കൊയ്ത പാടത്ത് ഇഷ്ടം പോലെ കതിരും പതിരൊക്കെ തിന്നാൻ വേണ്ടിയിട്ടേ ഇഷ്ടംപോലെ തത്തകൾ വരും. അവിടെ കണ്ടൊരു ചെമ്പോത്തുണ്ടല്ലേ, നല്ലൊരു കാറ്റാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അത് നമ്മളെ ചേരിയ മലയുണ്ട് കാണുന്നത്, നല്ല കാറ്റാണ്. ഇവിടെ 3-4 മണിക്കൊക്കെ വന്നാൽ നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് നമുക്ക് നിൽക്കാനൊന്നും കഴിയൂല. നല്ലൊരു തണുത്ത കാറ്റുള്ളതുകൊണ്ട് ഇന്നലെ മഴ ആയതുകൊണ്ടാണ് നല്ല സുഖം. മറ്റേത് ഈ സമയത്തൊക്കെ ഇങ്ങനെ ആവി തന്നെയാണ്. ഒരു പാടം തണുക്കണമെങ്കിൽ നല്ല ഒരു 5:30 മണിയാവും കേട്ടോ. അപ്പോൾ ഇവലെയും കൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാണ് ആടിനെ വളർത്തുന്നത്, എന്താണ് ആടിനെ അത്ര ഇഷ്ടമാണോ. ആദ്യം ഞങ്ങൾ 1 വർഷത്തോളം ഞാനും മക്കളും ആ വലിയ തള്ളാടില്ലേ അത് കുട്ടിയായ സമയത്ത് തന്നെ, അപ്പോൾ അതിനെയും കൊണ്ട് ഞങ്ങൾ 1 വർഷത്തോളം ഞങ്ങൾ കൊടുന്ന് നിർത്തിയതിന് കേട്ടോ. ഇതിൻ്റെ പ്രായമുള്ളതിന് 4 മാസമായ 5 മാസമായ കുട്ടീനു. അപ്പോൾ ഒരാടിന് നിങ്ങളും തള്ളി മക്കളും മാത്രം ഒരാടിനെ നോക്കിയെടുത്ത് നിങ്ങൾക്ക് 4-5 കൂടി വാങ്ങിക്കൂടെ അങ്ങനെ പറയും. പക്ഷേ എനിക്കിങ്ങനെ ആടിനെ നോക്കിയൊന്നും അങ്ങനെ വശമില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ പേടിയാണ് ഒരുപാട് ആടിനൊക്കെ വാങ്ങാൻ. പിന്നെ ആ കുട്ടി വലുതായി അതിൻ്റെ മക്കളൊക്കെ ആയപ്പോൾ ഇങ്ങനെ അവരെ മാത്രം നോക്കുക എന്നുള്ളതിന് കേട്ടോ.
ഏത് സമയം നമ്മളെ ബുദ്ധിമുട്ട് വന്നാൽ ചാടി വീണ് വിൽക്കും. പക്ഷേ മോള് സമ്മതിക്കാത്തതുകൊണ്ടാണ് നമ്മളിതിനെങ്ങനെ കൊണ്ടുപോവാണ്. ഇഷ്ടമാണ്, പക്ഷേ ചില സമയത്ത് നമുക്ക് വിരുന്ന് പോകാനോ അതിനൊന്നും പറ്റണില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട്. വിരുന്ന് പോകുമ്പോഴും അതേപോലെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇവരെയും കൊണ്ട് കുറഞ്ഞ സമയമാണെങ്കിൽ വെള്ളം കൊടുക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ നല്ല ഗതികേടാണ്. ആ ഒരു പ്രശ്നമുള്ളൂ, നമ്മളില്ലാത്ത ടൈമിലുള്ള ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ഹസ്ബൻഡ് നല്ല ചെയ്യൊക്കെ ചെയ്യും. ഒക്കെ പണിക്കോണ സമയമായാലും കാണാം ഇറ്റ നല്ല കെട്ടി കൊടുക്കണമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേ ആ ഒരു പ്രശ്നമൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ആകെ 2 മണിക്കൂർ നിന്നാത്ത ഞങ്ങളെ വയറ് നിറയുമല്ലോ പെട്ടെന്ന്. പിന്നെ പ്ലാവിലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കൊടുന്ന് കൊടുക്കും. നല്ല ബുദ്ധിമുട്ടുള്ള സമയമാകുമ്പോൾ പ്ലാവില കൊടുന്ന് കൊടുക്കും. നല്ല അങ്ങനെയൊക്കെ ചെയ്യലാണ് പൊതുവെ. നല്ല കാറ്റാണ്, വൈകുന്നേരം സമയമായി തന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനങ്ങനെ പൊതുവേ അങ്ങനെ ഡേ മൈ ലൈഫ് ഒന്നും ചെയ്യാത്തതാണ്. ഇങ്ങനെ മടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ ടൈലറിങ് തുടങ്ങാമെന്നൊക്കെ കരുതിയിട്ടാണ്, ടൈലറിങ് കുക്കിങ്ങൊക്കെ ഇടാമെന്ന് കരുതിയാണ് ചാനൽ തന്നെ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും എൻ്റെ ആടിനൊക്കെ എടുത്തിടുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ആടും കുട്ടികളും ആട് ഒരുപാടായിട്ട് എല്ലാവരും ചോദിച്ചു എനിക്ക് എന്തിൻ്റെ കീഴിലാണ് ഈ 2 ആടിനും കൊണ്ട് നടക്കുന്നത്. സംഭവം നല്ലൊരു ഇതാണെങ്കിലും ഒരു സന്തോഷമാണ്. ഇതിന് ഒരുപാട് വരുമാനം നല്ല സന്തോഷമാണ്. നമ്മളെ വീട്ടിലിങ്ങനെ ഉണ്ടായി കാണുമ്പോൾ ആടും കുട്ടികൾ കാണുമ്പോൾ അവർ എടുത്ത് നോക്കുമ്പോൾ ഒക്കെ സന്തോഷമല്ലേ. ആ ഒരു ഇതിമ വളർത്തുകയാണ് കേട്ടോ. നല്ല കാറ്റ്. ഇന്ന് നൈറ്റിൽ മഴയാണെങ്കിൽ ഇഷ്ടം പോലെ. ഇവിടെ കുറച്ച് വള്ളികളുള്ളൂ. നല്ലോണം ഞാനൊപ്പം ഉണ്ടായാലുള്ളൂ പോലെ നല്ലോണം കഴിക്കുക. അല്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഒരു കാട്ടിക്കൂട്ടലൊക്കെ തന്നെയാണ്. ആകെ മണ്ടി നടക്കേക്കാറ്. ഞാൻ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കഴിക്കും. ഞാൻ അങ്ങോട്ടോടെ മാറിക്കഴിഞ്ഞാൽ ഇവരെ ആകെ പരക്കെ നടക്കേക്കാറ്. അപ്പം നല്ല കാറ്റ് വരുന്നുണ്ട്. മഴ വരുമെന്നാവോ, മഴയും കാറ്റും കൂടിയാണ്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. മഴയാണെങ്കിൽ ഓടേണ്ടി വരും വരും കൊണ്ട്. കണ്ടില്ലേ അവിടെയൊക്കെ നല്ല കാറ്റാണ്. ഇവിടെയൊക്കെ നല്ല കാറ്റാട്ടോ. എല്ലാവരും ഇങ്ങനെ ചോദിക്കും ആടിനെ കൊടുക്കണോ പക്ഷെ എങ്ങനെ കൊടുക്കുക? ഇതിങ്ങനെ അത്രയും കമ്പത്തുമ്മ താല്പര്യത്തുമ്മ വളർത്തുകയാണ് കേട്ടോ. മോളാണെങ്കിൽ ഇങ്ങനെ എൻ്റെ അമ്മോനോട് ചോദിച്ച് ആട്ടുംകുട്ടിനെ തരുമോ വെച്ചിക്കാണ്ട് അങ്ങനെ ഒരുപാട് വർഷമായി ഇവൾ പറയണേ എനിക്ക് സൈക്കിൾ വാങ്ങിത്തരിക ആടുംകുട്ടിനെ വാങ്ങിത്തരിക. അപ്പം സൈക്കിൾ വാങ്ങിക്കൊടുത്താൽ ശരിയാവില്ല, ഈ റോട്ടിൽ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് സൈക്കിൾ വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ ആടുംകുട്ടിനെ വാങ്ങലുണ്ടായി. ഓള് 8 ദിവസം മാത്രം നോക്കി എല്ലാം ആക്റ്റീവ് അതിനെ ആടിനെ നോക്കാൻ. ഇപ്പോൾ ഉള്ള കമ്പൊക്കെ കിട്ടും. ഇപ്പോൾ ഞാനാണ് എൻ്റെ വിരടിയിലായി. ഇതൊക്കെ ഫുള്ള് കുറച്ച് ദിവസമൊക്കെയുള്ള കുട്ടിയൊക്കെ താല്പര്യം ഉണ്ടാവുക. പിന്നെ അവൾക്കത് വലിയ ഇതുണ്ടാവില്ലല്ലോ. ഓളെ കമ്പം പെട്ടെന്ന് തീർന്നു. പിന്നെ തന്നെ ആടും തന്നെ കുറച്ചൊക്കെ വലിയതായി പോക്കും തന്നെ മെയിൻറ്റെയിൻ ഇത് കൊണ്ടുവരാൻ കഴിയണമില്ല. അപ്പം ഞാൻ ഏതായാലും കമ്പം ആടിന് വിശേഷമുണ്ട്, ഗർഭം ഉണ്ടായപ്പോൾ നമുക്കും താല്പര്യം അതിനെ പ്രസവിക്കോളം നമുക്ക് നിൽക്കാമെന്ന് കരുതി. അങ്ങനെ പ്രസവിച്ചപ്പോൾ പിന്നെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ മക്കളുള്ള ഇതിലേക്ക് കൊടുക്കാനായിക്കൂല. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ എടുത്താണ്ട് നമ്മളെ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഇവരൊക്കെയെന്ന് കാണിച്ചു തരികയാണ്. വാ കണ്ടോ, ഞാൻ വിളിച്ചാൽ ഭയങ്കര അലർട്ടാണ് ഇവർക്ക്. മഴ ഉണ്ട് തോന്നുന്നുണ്ട്, പോവല്ലേ? മഴനെ തോന്നുന്നുണ്ട്. ആ ഭാഗത്തു നിന്നൊക്കെ നല്ല മണ്ണിൻ്റെ മണം വരുന്നുണ്ട്. മൊത്തത്തിൽ പെയ്താണെങ്കിൽ ഓടേണ്ട ഡെലിവറിയും കൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് പാടം വിലം കുടിച്ച് റോട്ടിൽ കൂടി പോകണം വീട്ടിൽ എത്തണമെങ്കിൽ. അപ്പം നല്ല സന്തോഷമാണ് കേട്ടോ. അതാണ് മെയിൻ ഇതിൻ്റെ. അവരെങ്ങനെ കാണുമ്പോഴേ നമ്മളെ വീട്ടിൽ തന്നെയുള്ള കഞ്ഞിവെള്ളം കുറച്ച് കൊപ്ര പുണ്ണാക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ആടിനെ വളർത്താം. നല്ല കൂടുവാണ് കേട്ടോ. നായി കൊണ്ടുപോകണ പ്രശ്നമുണ്ട്. കുറുക്കനും നായൊക്കെ നല്ലോണം വരും. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഇതാണ്. നായിൻ്റെയും കുറുക്കൻ്റെയും ശല്യമുള്ളവർ വളർത്താതിരിക്കുക. കാരണം ചിലരൊക്കെ ചെവിക്ക് കടിച്ചിട്ടും കാലിന് കടിച്ചാലൊക്കെ ഇറ്റങ്ങൾക്കൊക്കെ വല്ല മുറി ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറിയെടുക്കാൻ. അപ്പോൾ ചെറിയൊരു ഒതുങ്ങിയ ഒരാടിനെ വളർത്തിയതാണ്. കുഞ്ഞു കുട്ടിയപ്പങ്ങളൊരു 5-5.5 മാസത്തിൽ കൊടുന്നതിന് ഇവിടെ അവളെ ആടിനെ. അപ്പോൾ അതിൻ്റെ മക്കളാണ്. മക്കൾ ഞങ്ങൾ ഒന്നേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ കരുതി. കാരണം ചെറിയൊരാടായിരുന്നു കേട്ടോ. അതെ, ഞങ്ങൾ 2 മക്കളൊന്നും ഉണ്ടാവുന്നൊന്നും കരുതിയിട്ടേ ഇല്ല. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ മക്കൾക്കും തന്നെ ഇപ്പോൾ 4 മാസം കഴിഞ്ഞു കേട്ടോ. മക്കൾക്ക് 2 ആളായതുകൊണ്ടേ അതാണ് അത്ര കൂട്ടും വലിയ വലിപ്പമില്ലാത്തത്.
പിന്നെ ഇപ്പോൾ ആദ്യത്തെ ഇതാകുമ്പോൾ വല്ലാതെ പാലും കുറവല്ലേ കാരണം ആടിന്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ കൃഷി ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ അറിയിക്കുക. നമുക്കവിടെ വീടിനടുത്ത് പാടുള്ളതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ട് അറിയാത്തത്. അല്ലാത്തവർക്കൊക്കെ ഇത് കാര്യങ്ങൾ ഭയങ്കര സീനേക്കാരം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞാനേ ഇവരെയും കൊണ്ട് വല്ല മുങ്ങാൻ നോക്കട്ടെ. എല്ലാം മഴൻ്റെ സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത്.